ഈ വരുന്ന 15-ാം തീയതി നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ എന്തിന് പ്രതിപക്ഷം രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ ഭയപ്പെടുന്നു? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പ്രതിപക്ഷം ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഒരു പൊതുജന വികാരം ഇന്നിപ്പോൾ കേരളത്തിൽ ഉണ്ട്. കാരണം മറുപക്ഷത്ത് എണ്ണം പറയാൻ അല്ലെങ്കിൽ അവരുടെ കൂടെ തന്നെ എണ്ണം പറയാൻ ഇങ്ങനെയുള്ള ആരോപണങ്ങളുള്ള നിരവധി പേരുണ്ട്. അതവിടെ ഇരുന്നോട്ടെ. പക്ഷേ ഇവിടെ നമുക്ക് സംസാരിക്കാനുള്ള ഒരു വിഷയം, കേരളത്തിൽ ഇന്ന് ഭരണപക്ഷത്തിനെതിരെ കത്തി നിൽക്കുന്ന ഏറ്റവും വലിയ വിഷയമായ പോലീസ് അതിക്രമണമാണ്. ഈ പോലീസിന്റെ ലോക്കപ്പ് മർദ്ദന കഥകളും അല്ലാതെയും പോലീസിന്റെ തേർവാഴ്ചയുടെ പിണറായി സർക്കാരിന്റെ, രണ്ടാം പിണറായി സർക്കാരിന്റെയും ഒന്നാം പിണറായി സർക്കാരിന്റെയും ഭരണകാലത്ത് ആഭ്യന്തര വകുപ്പിനെതിരെ ഉണ്ടായിട്ടുള്ള നിരവധി പരാതികൾ ഒരു വലിയ ആയുധമായി ഭരണപക്ഷത്തിനെതിരെ ഉപയോഗിക്കാനിരിക്കുമ്പോൾ എന്തിന് രാഹുൽ മാങ്കൂട്ടം വിഷയം ചർച്ചയാകണം? എന്തിന് പ്രതിപക്ഷം ഭയപ്പെടണം? അഥവാ ഭരണപക്ഷം പറഞ്ഞാലും അതിലിവിടെ ഒരു ചുക്കം സംഭവിക്കാൻ പോകുന്നില്ല. രാഹുൽ മാങ്കൂട്ടം എന്ന യുവ MLA, അവിവാഹിതനായ MLA, അദ്ദേഹത്തിനോട് താല്പര്യം തോന്നി യുവതികൾ ചെന്നിട്ടുണ്ടായിരിക്കണം. അത് അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യമാണ്. എന്നാൽ വിവാഹിതരും ഭാര്യാസമേതമായി ജീവിക്കുന്നവരും സമൂഹത്തിൽ സാംസ്കാരിക മേഖലയിൽ അറിയപ്പെടുന്നവരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള നിരവധി പേർ, രാഷ്ട്രീയ രംഗത്ത് രാഹുലിനേക്കാൾ നീണ്ടകാലം പ്രവർത്തിച്ചവരൊക്കെ രണ്ടു പക്ഷത്തും ഉണ്ടല്ലോ. അവരെയൊന്നും സഭയിൽ ഉൾക്കൊള്ളുന്നതിന് ഇല്ലാതിരുന്ന ഛേദം എന്തിന് രാഹുലിന് മാത്രം നൽകണം? അവിടെയാണ് ഈ പറയുന്ന പോലീസ് അതിക്രമണങ്ങൾ, സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ വീഴ്ചയുടെ നിരവധി കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത് പുറത്തു വരണം. അതിന് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരം പറയണം. ആ ഉത്തരം നൽകാൻ പിണറായി വിജയന് കഴിയില്ല, ഭരണപക്ഷത്തിന് കഴിയില്ല. അവിടെ തോൽവി സംഭവിക്കും എന്നുള്ളതിലെ ഭയമാണ് ഭരണപക്ഷത്തിനുള്ളത്. അവിടെയാണ് പൊതുസമൂഹം ചോദിക്കുന്നത്, എന്തിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവെ നിങ്ങൾ ഭയപ്പെടണം? ഈ നിമിഷം വരെ കേരളത്തിലെ പോലീസ് തേർവാഴ്ചയ്ക്കെതിരെ ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതിയിൽ എത്തിയിട്ടില്ല. അഥവാ എത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നു. അതാ ഒരു പൊതു താല്പര്യ ഹർജിയിന്മേൽ ഹൈക്കോടതി നിരീക്ഷണം ഉണ്ടായിരുന്നാൽ ഹൈക്കോടതി ഇതാ നിരീക്ഷിച്ചിരിക്കുന്നു എന്നെങ്കിലും സഭയിൽ പറയാമായിരുന്നു. പ്രതിപക്ഷ നേതാവിനെങ്കിലും ഒരു പരാമർശം ഹൈക്കോടതിയുടെ മുന്നിലേക്ക് പ്രതിപക്ഷ നേതാവിൻ്റെതായ ഒരു പരാതി നൽകിക്കൂടെ, അല്ലെങ്കിൽ ഒരു പൊതു താല്പര്യ ഹർജി നൽകിക്കൂടെ എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട്. ആവട്ടെ, അദ്ദേഹം നൽകിയാലും ഇല്ലെങ്കിലും, ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതിയിൽ പോയാലും ഇല്ലെങ്കിലും ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഇത് കണ്ടിട്ടുണ്ടാകും. ഒരു പരാമർശം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പോലീസ് തേർവാഴ്ചയ്ക്കെതിരെ നിയമസഭയിൽ ശബ്ദം ഉയർത്തേണ്ട സമയത്ത് രാഹുൽ മാങ്കൂട്ടം വിഷയം ഒന്നുമാകില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനോട് സമൂഹത്തിന് പറയാനുള്ള കാര്യം. ഇതൊന്നും ഒരു വിഷയമല്ല. ഉഭയകക്ഷി താല്പര്യ പ്രകാരം സ്ത്രീകൾ രാഹുലുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ രാഹുലിന്റെ സ്വന്തം കാര്യമാണ്. അത് അദ്ദേഹത്തിന് ചെയ്യാനായി വിട്ടുകൊടുക്കണം. അദ്ദേഹം ചെയ്യട്ടെ, അത് അദ്ദേഹം തന്നെ തീർപ്പ് കൽപ്പിക്കട്ടെ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാഥമിക അംഗത്വം വരെ കോൺഗ്രസ് പാർട്ടി മാറ്റി നിർത്തിയിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം സഭയിൽ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. അതൊക്കെ കാര്യമാക്കേണ്ടതുണ്ടോ? ഏതായാലും ഇവിടുത്തെ ചർച്ചാ വിഷയം CPM എന്ന് പറയുന്ന പാർട്ടി ഭരണത്തിലേറി 10ാമത് വർഷത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ തന്നെ സ്വന്തം പാർട്ടിയിലെ ഒരു യുവ നേതാവിനെ പോലീസ് മർദ്ദനമേറ്റ് മരണപ്പെട്ടു എന്ന് ആ മരണപ്പെട്ട യുവാവിന്റെ കുടുംബം അവകാശപ്പെടുമ്പോൾ CPMന് ഉത്തരം മുട്ടുകയാണ്. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഉത്തരം മുട്ടുകയാണ് മുഖ്യമന്ത്രി. ഈ നിമിഷം വരെ ഇതിനൊന്നും തന്നെ ഒരു ഉത്തരവും പറഞ്ഞിട്ടില്ല. പോലീസ് തേർവാഴ്ചയെ കുറിച്ച് ഇതുവരെ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. ഏതായാലും സഭയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകേണ്ട കൊടിയ പോലീസ് മർദ്ദനങ്ങളുടെ കഥ, തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ വീട്ടുജോലിക്ക് നിന്ന യുവതി മാല മോഷണം പോയി എന്ന് പറഞ്ഞ സംഭവത്തിൽ ആ മാല മോഷണം പോയി എന്ന് പരാതി പറഞ്ഞവർ പോലും ഇല്ലാത്ത വേദനയുണ്ടായി ഒരു തിരക്കഥയുണ്ടാക്കിയ പോലീസ്, കുന്നംകുളത്ത് ഒരു ചെറുപ്പക്കാരനെ അടിച്ച് കർണകുടം പൊട്ടിച്ച പോലീസ്. എന്തിന് ഇങ്ങനെ നിരവധി ഇനിയും നിരവധി കഥകൾ, ഇനിയും നിരവധി ദൃശ്യങ്ങൾ പോലീസിനെ സംബന്ധിച്ച് ഈ സഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ പുറത്തേക്ക് വരാനിരിക്കുന്നു, പുറത്തു വരും എന്ന് പറയുന്നു. അപ്പോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷം, കേരള സമൂഹത്തിന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഒരു തരത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല. രാഹുൽ മാങ്കൂട്ടം വിഷയം ഒരിക്കലും ഭരണപക്ഷം സഭയിൽ ഉന്നയിക്കുന്ന രീതിയിൽ ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നിരത്താൻ നിരവധി കാരണങ്ങൾ ഈ ഭരണപക്ഷത്തിനെതിരെ ഉണ്ട് എന്നുള്ള കാര്യം
തീർത്തും സത്യമാണ്. അത്തരം നിരവധി കാരണങ്ങൾ, നിരവധി കാര്യങ്ങൾ ഭരണപക്ഷത്തിനെതിരെ നിരത്താൻ നിങ്ങൾക്ക് നിരത്താം. അത്ര കണ്ട് പോലീസ് തേർവാഴ്ചയുടെ നേർചിത്രമാണ് ഇന്ന് കേരള സമൂഹം കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുന്നത്. അതിന് ഉത്തരം മുഖ്യമന്ത്രിയും ഭരണപക്ഷവും നൽകേണ്ടി വരിക തന്നെ ചെയ്യും. അപ്പോൾ അവിടെ രാഹുൽ വിഷയം ഒന്നുമേ അല്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.